ഒരു പഠനത്തിൽ പറയുന്ന കണക്കുകൾ സുബോധ മനസ്സുകളെ ശരിക്കും പറഞ്ഞാൽ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. ആ കണക്കുകൾ പ്രകാരം 70% പേർ 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലും, 20% പേർ 15 വയസ്സിനും 19 വയസ്സിനിടയിലും, 9% പേർ 5 വയസ്സ് മുതലും, 1% പേർ 19 വയസ്സിന് ശേഷവും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയെന്നാണ് കണക്കുകൾ. ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വാർത്തകളിലൂടെ നിരവധി കേസുകളാണ് ലഹരിയുടെ ഉപയോഗം മൂലം സംഭവിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാതാപിതാക്കളെ തിരിച്ചറിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയാതെ, കുഞ്ഞുങ്ങളെ തിരിച്ചറിയാതെ, സുഹൃത്ത് ബന്ധങ്ങളെ തിരിച്ചറിയാത്ത രീതിയിൽ ലഹരിയുടെ ഉപയോഗങ്ങൾ അവയെ മാറ്റിയിരിക്കുകയാണ്. ഇപ്രകാരമുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അരങ്ങേറുമ്പോഴും തിരിച്ചറിയാത്ത രീതിയിൽ ലഹരിയുടെ ഉപയോഗത്തിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്ന സമൂഹമായിട്ട് നമ്മളിന്ന് മാറുന്നു. ദൈവം ദാനമായി നൽകിയ ജീവിതത്തെ, ശരീരത്തെ അശുദ്ധമാക്കുന്ന രീതിയിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വായിച്ചു കേട്ട എല്ലാ വേദഭാഗങ്ങളിലും ജീവിത വിശുദ്ധിയിൽ മനുഷ്യൻ എപ്രകാരമായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്പനേരത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി ഇന്ന് ഏവൻഗേലിയോൻ ഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 45-ാം വാക്യം: നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. പ്രാർത്ഥിക്കാം. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്ക് ദീപമില്ല, പാപിയായി ജീവിച്ച പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ഞങ്ങളെ അളവ് കൂടാതെ നിത്യ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പരമപിതാവേ, അനുഗ്രഹപ്രദമായ ഒരു ഞായറാഴ്ച കർത്താവെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനാൽ ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ദേവാലയത്തിൽ കടന്നു വരുവാനും നിന്നെ ആരാധിപ്പാനും ഞങ്ങളുടെ ജീവിതത്തെ നൽകിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്നത്തെ സമൂഹത്തിൽ ലഹരിയുടെയും മറ്റ് അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ അപ്പച്ച ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിനും അടിമപ്പെട്ടു പോകുവാനായിട്ട് ഞങ്ങൾ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളിവിടെ കടന്നു വന്നത് വെറുതെയായി പോകുവാനായിട്ട് ഇടയാക്കരുതേ. നിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുഭാവമുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കി സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഒരു ദിവസം ഒരമ്മ തൻ്റെ കുട്ടിയെ ഗാന്ധിജിയുടെ അടുക്കൽ കൊണ്ടുവന്നു. കുട്ടിക്ക് മധുരം വളരെയധികം ഇഷ്ടമായിരുന്നു. അമ്മ ഗാന്ധിജിയോട് പറഞ്ഞു, ദയവായി എൻ്റെ മകനോട് പറയണം, മധുരം കൂടുതലായി കഴിക്കരുതെന്ന് അവനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് കുട്ടിയെ വീണ്ടും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. അങ്ങനെ തന്നെ ആ അമ്മ ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം കുട്ടിയെ ഗാന്ധിജിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അന്ന് ഗാന്ധിജി കുട്ടിയെ നോക്കി ഇപ്രകാരം പറഞ്ഞു, മോനെ, നീ മധുരം കഴിക്കുന്നത് കുറയ്ക്കണം, അത് ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ആ അമ്മ ചോദിക്കുകയാണ്, ഇത്രയും പറയുവാനായിട്ട് എന്തിനാണ് ഇത്രയും കാലതാമസം അല്ലെങ്കിൽ ഇത്രയും സമയം എടുത്തത് എന്ന് ആ മാതാവ് ചോദിക്കുന്നു. അപ്പോൾ ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതെ,
കാരണം അന്ന് തന്നെ ഞാൻ മധുരം അധികമായിട്ട് കഴിക്കുമായിരുന്നു. ആദ്യം ഞാൻ എന്നിൽ തന്നെ മാറ്റം വരുത്തണം, പിന്നെയാണ് മറ്റൊരാളിൽ മാറ്റം വരുത്തുവാനായിട്ട് എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. ഇത് ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നതാണ്. ശരീരവും ജീവിതവും നാം വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട ഒന്നാകുന്നു. എന്നാൽ പലപ്പോഴും അത് സാധ്യമാകാതെ പോകുന്നു. ലോകമോഹങ്ങളായ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയിൽ നാം ആയി പോകുന്നു. മയക്കുമരുന്നുകളുടെയും മദ്യത്തിൻ്റെയും മറ്റ് ലഹരിയും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ എപ്രകാരം ജീവിത വിശുദ്ധിയോടെ നമുക്ക് ആയിരിക്കുവാനായിട്ട് സാധിക്കും? 1-2 ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ശുദ്ധീകരണം സ്വയവിമർശനത്തിലൂടെ ആയിരിക്കണം. പ്യൂരിഫിക്കേഷൻ ഷുഡ് കം ത്രൂ സെൽഫ് ക്രിറ്റിസിസം. 1-ാം പാഠഭാഗമായി വായിച്ച സദൃശവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുന്നില്ല. 2-ാം പാഠഭാഗത്തും ദൈവം നമ്മെ അശുദ്ധിക്കായിട്ടില്ല, വിശുദ്ധിക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നതെന്ന് തെസ്സലോനിക്കയിലൂടെ പൗലോസ് നമ്മളോട് പറയുന്നു. സ്ലീഹാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്രകാരമുള്ള മനുഷ്യർ ദൈവരാജ്യത്തിന് അവകാശമാക്കില്ല എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മെ ശുദ്ധീകരിക്കേണ്ടത് ഒരു സ്വയ വിമർശനത്തിലൂടെയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ കുറ്റങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കാണാതെ മറ്റുള്ളവൻ്റെ കുറ്റങ്ങളെ അല്ലെങ്കിൽ കുറവുകളെ അന്വേഷിച്ച് പോകുന്നവരാണ്. ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന വ്യക്തിയെ ഉപദേശിക്കുവാനോ കുറ്റം പറയുവാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് അന്ധൻ വഴി കാട്ടുന്ന ഒരു രീതിയിലേക്ക് മാറും, അല്ലെങ്കിൽ അതിന് സമമാണ്. തെറ്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാളെ ഒരിക്കലും നേരായ പാതയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കില്ല. തെറ്റായ ദിശാബോധമായിരിക്കും ആ വ്യക്തിക്ക് നൽകുന്നത്. ലഹരിക്കടിമപ്പെട്ട വ്യക്തിയുടെ ആ പാത തന്നെയായിരിക്കും മറ്റൊരാൾക്കും അയാൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. സ്വയം ശുദ്ധമായതിന് ശേഷമായിരിക്കണം നാം മറ്റുള്ളവരെ ശുദ്ധമാക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത്. ഗാന്ധിജി തൻ്റെ സ്വഭാവം മാറ്റിയതിന് ശേഷമാണ് ആ കുട്ടിയെ ഉപദേശിച്ചത്. അതുവരെ ആ ശീലം ഉണ്ടായിരുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ ആ മാറ്റം കൊണ്ടുവരുത്തുവാനായിട്ട് ശ്രമിച്ചു. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് വിമർശിച്ച് നോക്കണം, എൻ്റെ ജീവിതത്തിൽ ഈ കുറവുണ്ടോ അല്ലെങ്കിൽ ഈ കുറ്റങ്ങളുണ്ടോ എന്ന്. മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്നത് നല്ലതാണ്, എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ എടുത്തതിന് ശേഷം മാത്രമായിരിക്കണം സഹോദരൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ണിലെ കരട് എടുത്ത് കളയുവാൻ. ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ഒരുപാട് ആൾക്കാർ കൂടിയപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയട്ടെ. ആ സമയത്ത് ആരും അവളെ കല്ലെറിയുവാനായിട്ട് ഇടയായില്ല. അവിടെ സ്വയമേവ ഒരു ശോധന നടത്തുവാനായിട്ട് ആ ആൾക്കാരുടെ ഇടയിൽ സാധിച്ചു. അതാണ് നമ്മുടെ ഉള്ളിൽ സ്വയമേവ ഒരു വിമർശനം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതം എപ്രകാരമാണ് എന്നുള്ള ഒരു സ്വയ വിമർശനം, ഒരു ക്രിറ്റിസിസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തണം. ദൈവിക പ്രകാശം തേടി ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് സ്വയവിമർശനത്തിലൂടെ ശുദ്ധീകരണം നമുക്ക് സാധ്യമാകുന്നത്. രണ്ടാമതായി, ദൈവസ്നേഹത്തിൽ നല്ലതിനെ സാംശീകരിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന വിശുദ്ധ ജീവിതം. ദൈവസ്നേഹത്തിൽ നല്ലതിനെ സാംശീകരിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന വിശുദ്ധ ജീവിതം. ക്രിസ്തുവിൻ്റെ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അനേകം കാര്യങ്ങൾ ക്രിസ്തു നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ
സാധ്യമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മനുഷ്യരായി നമുക്ക് തീരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് സാംശീകരിക്കുന്നത് അതിൻ പ്രകാരമായിരിക്കും അതിൻ്റെ പ്രതിഫലിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. പലപ്പോഴും ലോകമോഹങ്ങൾക്ക് അധീരരായി തീരുമ്പോൾ ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും എന്നിവയ്ക്ക് നമ്മൾ അടിമകളായി തീരുന്നു. എൻ്റെ സന്തോഷങ്ങൾക്കായി ഞാൻ എന്തും ചെയ്യും എന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. എൻ്റെ സന്തോഷം ഞാൻ എന്ന ഭാവത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്ത് തെറ്റായ മാർഗമായാലും, അത് ലഹരിയായാലും, എനിക്ക് സന്തോഷം തരുന്നത് എന്തായാലും ഞാൻ അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ അതിലൂടെയായിരിക്കും എൻ്റെ ജീവിതം എന്നുള്ള രീതിയിലേക്ക് ഇന്നിൻ്റെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്രകാരമുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അപ്രകാരമുള്ള തിരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ കുറച്ചു നേരത്തേക്കുള്ള സന്തോഷം മാത്രമായിരിക്കും നൽകുന്നത്. എന്നാൽ അതിനപ്പുറത്ത് എന്താണ് നൽകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നല്ല ഫലങ്ങളുള്ള വിശുദ്ധമായ ജീവിതമാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ അനുഗാമികളാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സ് ആണെന്ന്. എന്നാൽ എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന രീതിയിലാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ ഉള്ളങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു നിമിഷമാണിത്. ഞാൻ ക്രിസ്തുവിനെ, അല്ലെങ്കിൽ അവൻ്റെ സ്നേഹത്തിന് അനുസൃതമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. സ്നേഹമെന്ന ലഹരിയിലൂടെ ആയിരിക്കണം നല്ലതിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ന് ഈ ലോകത്തിൽ പലവിധമായ ലഹരികളുണ്ട്. അതേപോലെ തന്നെ ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ലഹരിയാണ്, ഒരു കാര്യമാണ് സ്നേഹമെന്നത്. ഇന്ന് പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് സ്നേഹം മാറുന്നു. എന്നോട് സ്നേഹം കാണിക്കുന്നവരോട് മാത്രമേ ഞാൻ സ്നേഹം കാണിക്കാവൂ, എന്നോട് എപ്രകാരമാണോ ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഞാൻ മറ്റുള്ളവനോടും, ഞാൻ കൊടുത്ത സ്നേഹം തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം. പലപ്പോഴും ഒരു കണ്ടീഷൻ വെച്ചുള്ള സ്നേഹമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇന്നത്തെ യുവതലമുറകളെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ലഹരിയിലേക്ക് കൂടുതലായിട്ട് പോകുവാനുള്ള ഒരു കാരണം ഇന്നത്തെ സമൂഹത്തിൽ പറയുന്നത് ഈ പ്രണയ നൈരാശ്യം, അല്ലെങ്കിൽ അവർ സ്നേഹിച്ച കാമുകിയിൽ നിന്ന് അല്ലെങ്കിൽ കാമുകനിൽ നിന്ന് അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഇന്നത്തെ ഒരു സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതി വരുമ്പോൾ താൻ ഒറ്റയ്ക്കായി പോകുന്നുവെന്നും ആ ഒരു കാരണം കൊണ്ടാണ് ലഹരിയെ ഞാൻ ഇന്ന് ഉപയോഗിച്ചതെന്നും പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഒരു സൈക്കാട്രിക് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവിടെ ഒരു 10 പേര് ലഹരിക്ക് അടിമയാണെങ്കിൽ അതിലൊരു 3 പേരും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിച്ച് തുടങ്ങിയവരാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള സ്നേഹത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച സ്നേഹം എന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. അഥവാ ഒരു കണ്ടീഷനുമില്ലാതെ, അളവില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും പല വിഷമതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ലഹരിയിലേക്ക് നമ്മൾ പോകുവാനായിട്ട് ഇടയാകുകയാണ്. എന്നാൽ നമ്മൾ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച അൺകണ്ടീഷണൽ ലവ് നമ്മൾ മറന്നു പോകുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റായ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരു തെറ്റായ തിരഞ്ഞെടുപ്പ് എടുക്കുവാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ എടുക്കുവാനായിട്ട് നമുക്ക് ഇടയാകും. ക്രിസ്തു നമ്മോട് കാണിച്ചതും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ്. കാരണം പിതാവായ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹമാണ് പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി നമുക്ക് രക്ഷയും പാപമോചനവും നൽകിയത്.
പലപ്പോഴും നമ്മൾ വിചാരിക്കും സ്നേഹം കിട്ടേണ്ടത് മാത്രമാണെന്ന്. പലപ്പോഴും വിട്ടുകൊടുക്കാനുള്ളതും കൂടെയാണെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട് ക്രിസ്തു. നമ്മൾ എപ്പോഴും നമുക്ക് വേണം 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 എന്നുള്ളതല്ല, പലപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. തൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ കാണിച്ച സ്നേഹം, ചിലപ്പോഴൊക്കെ വിട്ടുകൊടുക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ആഴം കൂടുന്നത്. അതാണ് സ്വന്തം മകനെ ലോകത്തിന് വേണ്ടി നൽകുവാൻ കാണിച്ച ദൈവ സ്നേഹത്തിൻ്റെ അംശം. അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതല്ല. നല്ലത് സാംശീകരിക്കുന്നതിലൂടെ വിശുദ്ധ ജീവിതം പൂർണ്ണമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കലും ഒരു ലഹരിക്കോ ഒന്നിനും വിട്ടുകൊടുക്കാനുള്ളതല്ല. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകമോഹങ്ങൾക്ക് അടിമപ്പെടാതെ നല്ല വ്യക്തിത്വങ്ങളായി മാറുവാൻ, വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വചനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഈ സമയത്ത് ഞാൻ അപേക്ഷിക്കുകയാണ്.